പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കരുണാവാരിധി അല്ലാഹു നമ്മുടെ ഒരുമിച്ച ഉടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ലഹരി വസ്തുക്കൾ സുലഭമായി അനുവദനീയമായ സ്വഭാവത്തിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു കാലത്താണ്, സമൂഹത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ആ വിഷയത്തിൽ, പ്രത്യേകിച്ച് ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ, അതിൽ മദ്യമുണ്ട്, കള്ളുണ്ട്, ചാരായമുണ്ട്, ബാറിലും ബിയർ പാർലറുകളൊക്കെ ലഭിക്കുന്ന സാധനങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഉള്ള, നമുക്കത്ര നിഷ്ഠയില്ലാത്ത എന്നാൽ വളരെ അപകടകരമായ സ്വഭാവത്തിൽ സ്വാധീനം നേടിക്കൊണ്ടിരിക്കുന്ന മറ്റു പല വസ്തുക്കളൊക്കെ ഉണ്ട്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന വിഷയത്തിൽ അതുപയോഗിക്കുക, അതിൻ്റെ വിപണി നടത്തുക, അതിൻ്റെ വിൽപ്പനക്കാരാവുക, ഈ വിഷയത്തിലൊക്കെ തന്നെ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള ഈ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്ന കാര്യത്തിൽ ഇതുമായിട്ടൊക്കെയുള്ള അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഇപ്പം നിലയിൽ നിന്നൊക്കെ പത്രങ്ങൾ നോക്കുമ്പോൾ കണ്ടമാനം ചെറുപ്പക്കാർ, നമ്മുടെ ഒരു 22, 24, 26, 30ൻ്റെ താഴെയുള്ളവരാണ്. ഏതാണെങ്കിലും 30 കഴിഞ്ഞവരല്ല, 30ൻ്റെ ഇങ്ങോട്ടുള്ള ആളുകളാണ്. എന്താ MDM അങ്ങനെ എന്തെങ്കിലും വസ്തുവിൻ്റെ പേര് പറയും, എന്താ സാധനം നമുക്കറിയില്ല. അതിൻ്റെ കച്ചവടക്കാരാണ്. 90% മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരാണ് ഇതിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിടിക്കുന്നതിനും പിടിക്കപ്പെടുന്നതിനൊക്കെ വേറെ രാഷ്ട്രീയമുണ്ട്, അതിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു പോകേണ്ട. ഏതായാലും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊരു സത്യമാണ്. അവർക്ക് കേസ് കൂട്ടാനും, കേസ് കൂട്ടിയാൽ പ്രമോഷൻ വർദ്ധിക്കാനും, അങ്ങനെയൊക്കെയുള്ള വേറെ കുറേ സാധനങ്ങളൊക്കെ തന്നെ ബാക്കിലുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വേറെ നമ്മൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് കണ്ടമാനം കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടും ആളുകൾ. അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് അവ പിടിക്കുന്നവർക്കും അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കൊക്കെ പദവി കൂടുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അതിൽ ബാക്കിൽ വേറെ ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗം നമ്മൾ മാറ്റിവെച്ചാലും നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യുവാക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും എന്നൊന്നും വിചാരിക്കേണ്ട, അതുമുണ്ട്. ആ പ്രായത്തിലുള്ള കുട്ടികളുമുണ്ട്. അതിൻ്റെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു 5ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ തുടങ്ങി ഉന്നത ബിരുദാനന്തര ബിരുദ പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളടക്കം ഇതിൽ ചെന്ന് ഈയാമ്പാറ്റകളെ പോലെ ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. വിൽപ്പന നടത്തുന്നവരുമുണ്ട്, വാങ്ങി ഉപയോഗിക്കുന്നവരുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംഗതികൾക്കൊക്കെ ബ്രോക്കർമാരായിട്ടും ഏജൻറ്റുമാരായിട്ടുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ അകത്തളങ്ങളിലുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്ന് അല്ലാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിയില്ല. മുസ്ലിം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ അറിയണമല്ലോ. അതെ, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ നിയമങ്ങൾ പാലിച്ചാളും പോകുമോ? ഒരു കമ്മ്യൂണിസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണോ പറയുന്നത് അതനുസരിച്ച് പോവുള്ളൂ. ഞാൻ അല്ലുണ്ട് എന്ന് പറഞ്ഞാൽ മുമ്പ് അല്ലല്ല എന്ന് പറയും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അല്ലല്ല, അല്ലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ശരിക്ക് അറിയണൊരു മെമ്പറാണെങ്കിൽ അതിൻ്റെ ഒരു യുക്തിയാണ്, സത്യമാണ്. അത് ശരിയാ തെറ്റാന്നല്ലോ വേറെ സംഭവം നടത്താം. പക്ഷേ പാർട്ടിയുടെ ഒരാളായാലും അതനുസരിച്ചിട്ട് നടത്തണം. ഏതൊരു പാർട്ടിക്കും ഒരു സംഘടനക്കൊക്കെ ഒരു നിയമവും അതിൻ്റെ ഒരു വാല്യൂസും അതിൻ്റെ ഒരു കള്ളവും കളിയും കള്ളികളും അതിരുകളും വരമ്പുകളും ഒക്കെ ഉണ്ടാവും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് കൃത്യമായ അതിർവരമ്പുകളുണ്ട്. അത് അള്ളയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പടച്ച റബ്ബാണ് ആ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അല്ലാതെ മനുഷ്യന്മാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ പാർട്ടിയോ കൂടി ആലോചിച്ചിട്ടുണ്ടാക്കുന്ന ഒരു നിയമമല്ല. 4 ആളുകൾ കൂടിയിരുന്ന്, അല്ലെങ്കിൽ ഒരു സംഘടന കൂടിയിരുന്ന്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം അതിനെക്കുറിച്ച് പഠിക്കാനിരുന്ന് ആലോചിച്ചിട്ടൊന്നുമല്ല നിയമങ്ങൾ കൊണ്ടുവരിക. അള്ളയാണ് നിയമം പറയുന്നത്. നിങ്ങളെന്താവണം, നിങ്ങളെങ്ങനെയാവണം, നിങ്ങളാരാവണം, ഇതൊക്കെ പറയണത് അള്ളയാണ്. അപ്പം അള്ളാൻ്റെ നിയമത്തിൽ ലഹരി വസ്തുക്കൾക്കുള്ള സ്ഥാനം എന്താ? അള്ളാഹു അതിന് അനുമതി തന്നിട്ടുണ്ട്. ഒരു സത്യവിശ്വാസിക്ക്, ഒരു മുസ്ലിമായിട്ട് ഒരാൾക്ക് മദ്യപിക്കാൻ പറ്റുമോ? നിങ്ങൾ മുസ്ലിമിലെ ഏത് വിഭാഗത്തിൽ നിന്നുകൊണ്ടാണ് മദ്യത്തെ, ലഹരിയെ, അതിൻ്റെ കച്ചവടത്തെ, അതിൻ്റെ ഏജൻറ്റ്, അതിൻ്റെ കൊടുപ്പ് വാങ്ങൽ, ഇതൊക്കെ എങ്ങനെയാണ് ഒരു മുസ്ലിം നടത്തുക? ദീനിൽ ഇതിന് ഒരു പ്രമാണമില്ല. ഇല്ലയെന്ന് മാത്രമല്ല, വളരെ കണിശവും കൃത്യവും രൂക്ഷവുമൊക്കെ ആയ ശിക്ഷകളടക്കം ഇതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലഫാ റാഷിദീകൾ വിധിച്ചിട്ടുണ്ട്.
വിശുദ്ധ ഖുർആൻ അത് ഖണ്ഡിതമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹിൻ്റെ ദീന് മനസ്സിലാക്കിയ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഇനി തോന്നിയ പോലെ ജീവിക്കാൻ പറ്റൂല, എന്താണെങ്കിലും ഞങ്ങൾക്ക് തോന്നി ജീവിക്കാൻ പറ്റും, ഇനി റസൂല് പറയണതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു സംഗതിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു സ്ഥാപനത്തിൽ കയറിയാൽ, ഒരു സ്കൂളിൽ പോയാൽ, ഒരു കോളേജിൽ പോയാൽ, എന്തിലാണെങ്കിലും അതിൻ്റെ ഒരാളുണ്ടാവും, അവർ പറയണത് കേൾക്കണമല്ലോ. അല്ല നമുക്ക് തോന്നിയതൊക്കെ പോയിട്ട് അവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ, ആ സംഘടനയുടെ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദർശനത്തിൻ്റെ ആൾ എന്താണ് ഈ വിഷയത്തിലൊക്കെ നമ്മളോട് നിലപാട് പറയുന്നത്, അതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ സ്വീകരിക്കുക. അതിനാണ് ഒന്നിനെ ബൈഅത്ത് ചെയ്യുക, ഒന്നിനെ അംഗീകരിക്കുക, ഒന്നിനെ അനുസരിക്കുക എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എവിടെ പോയാലും ഒരു ഫോറക്കങ്ങൾ കൂടെ പൂരിപ്പിച്ച് വാങ്ങും. എന്തിന്? ഈ സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾ ഞാൻ അംഗീകരിക്കുമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഈ സ്ഥാപനത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായൊരു പ്രവർത്തനങ്ങളും ഞാൻ നടത്തില്ല നിങ്ങൾ എവിടെ പോയാലും എന്താവും, എന്ത് കരാർ എഴുതുമ്പോഴൊക്കെ മിക്കവാറും ആളുകൾ ഇപ്പോൾ അത് എഴുതി നമ്മളെടുത്തുനിന്ന് വാങ്ങും എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. എന്നതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്ഥാപനത്തിലേക്ക്, റസൂലിൻ്റെ ആദർശത്തിലേക്ക്, റസൂലിൻ്റെ വ്യവസ്ഥയിലേക്ക്, റസൂൽ ക്ഷണിക്കുന്ന ഒരു ദർശനത്തിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്കറിയാം എന്ത്, ഇനി ഞങ്ങൾ പഴയ പോലെ ആകാൻ പറ്റൂല. അവിടെ അങ്ങക്ക് പലതും ആകാമായിരുന്നു, പലതും ചെയ്യാമായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കാമായിരുന്നു. ഇപ്പോൾ ഇതൊരു രീതി മാറിയിട്ടുണ്ട്, സ്ഥാപനം മാറിയിട്ടുണ്ട്, വ്യവസ്ഥ മാറിയിട്ടുണ്ട്, സംഘടന മാറിയിട്ടുണ്ട്, ദർശനം മാറിയിട്ടുണ്ട്, ആശയങ്ങളും നിലപാടുകളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിന് അല്ല ഞാൻ ഏതായാലും മാറിയ ആളൊക്കെ തന്നെയാണ്, പക്ഷേ എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും, ഞാൻ അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ്, ഇതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല, ഞാൻ റസൂലിലേക്ക് അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും എന്നല്ല ഇവർ തീരുമാനിക്കണത്. എന്നിട്ട് ഇവർ വന്നിട്ട് പിന്നെ റസൂലിനോട് ഓരോ സംഘങ്ങൾ ഖുർആനിൽ നിങ്ങൾക്ക് വന്നാൽ കാണാം, റസൂലിനോട് സഹാബത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചോദിക്കുക. സഅലൂന കാനിൽ മഹീദ്, മെൻസസിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നുണ്ട്. എന്നൊരു രാഷ്ട്രീയ വിഷയമല്ല, ഇപ്പം രാഷ്ട്രീയ വിഷയമാണ്, അത് വേറെ നമ്മൾ പഠിക്കണം, എൻ്റെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്ന് പോണില്ല. കുറച്ച് നമുക്ക് പറയാം, ഇപ്പോൾ മെൻസസ് ഉള്ളവർക്ക് ലീവ് കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണ്, ജപ്പാനും ജർമ്മനിയൊക്കെ തീരുമാനിക്കാൻ തുടങ്ങുന്നുണ്ട് എന്നൊക്കെയാണ് പറയണത്. 21-ാം നൂറ്റാണ്ടിലാണ് മെൻസസ് ഉണ്ടാവണവർക്ക് ലീവ് കൊടുക്കണം എന്നൊക്കെ ഇവർക്ക് തോന്നുന്നത്. ഇവർ ഭയങ്കര ആൾക്കാരാണ്, ഇവർ ഭയങ്കര ബുദ്ധിയും ചിന്തയും വികാരമൊക്കെ വന്നതുകൊണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്ക് അവധി കൊടുക്കണമെന്ന് റസൂലിനോട് അന്ന് ചോദിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞു യസ്അലൂന കാനിൽ മഹീദ്, ഈ ഹൈദും ഇതിലൊക്കെ പെട്ടിട്ടുള്ള ഈ മെൻസസായ ആളുകളെ കുറിച്ച് എന്താണ് റസൂൽ നിങ്ങൾക്ക് പറയാനുള്ളത്? വളരെ ഭീകരമായിരുന്നു അന്ന് അതുണ്ടാകുന്ന ആളുകളെ. ഗോത്രവംശങ്ങളിലും വർഗ്ഗങ്ങളിലും മതസമുദായങ്ങളിലേക്കൊക്കെ കടന്നുപോയാൽ ഇതുണ്ടാകുന്ന പെണ്ണിനെ ഒറ്റപ്പെടുത്തും. ആദിവാസി ഗോത്രങ്ങളൊക്കെ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഇരുട്ടിൽ മറയൊക്കെ കെട്ടി അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വല്ല പാമ്പും ചേരയും ഒട്ടകവും പന്നിയൊക്കെ കയറി കുത്തി എടുത്താൽ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വീട്ടിൽ അവർ നിന്നാൽ അശുദ്ധമാണ്, അതുകൊണ്ട് അവരെ കൊണ്ടുപോയിട്ട് നിർത്തും. യഹൂദന്മാരൊക്കെ അവരെ വേറെ തന്നെ സ്ഥലത്ത് കൊണ്ടിട്ട് ഇങ്ങോട്ട് ഭക്ഷണം ഇതൊക്കെ വല്ല അയിത്തം, തൊടാൻ പാടില്ലാത്ത, തീണ്ടാൻ പാടില്ലാത്ത, സ്പർശിക്കാൻ പാടില്ലാത്ത ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിൽ പെണ്ണിനെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് ഈ മെൻസസ് കാലം അല്ലെങ്കിൽ തന്നെ വടങ്ങാറാണ് ഈ കാലം. എന്നിട്ട് അതിൻ്റെ കൂടെ കുടുംബത്തിൻ്റെ ബഹിഷ്കരണവും തീക്ഷ്ണമായ പ്രതികരണവും ഒട്ടും മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റങ്ങളും കൂടി ഈ പെണ്ണുങ്ങൾ അനുഭവിക്കണം. അങ്ങനെയായിരുന്നു അന്നത്തെ മതങ്ങളിലും വംശങ്ങളിലും കുടുംബങ്ങളിലും ഗോത്രങ്ങളിലും ഒക്കെ ഈ സാധനം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്. കാരണം ഓൽക്കറിയാം ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെന്ന് ചോദിച്ചാൽ ഖുർആൻ മതഗ്രന്ഥമാണോ രാഷ്ട്രീയ ഗ്രന്ഥമാണോ, ഇത് മതപരമായിട്ട് ഇതൊരു മതപരമായ പ്രശ്നമൊന്നുമല്ല. ഇത് പെണ്ണിനെ, മനുഷ്യൻ്റെ ഘടനയെ ഒക്കെ മനസ്സിലാക്കിയിട്ട് അല്ല സംസാരിക്കുകയാണ്. അതുകൊണ്ട് അവർ വന്നിട്ട് ചോദിച്ചു യസ്അലൂന കാനിൽ മഹീദ്, അവർ ഹൈലുകാരെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഖുർആനിന് മറുപടി കൊടുത്ത രീതി ഉണ്ട്. അതൻ അവരോട് പറയാം അതൊരു വിഷമുള്ള കെട്ടാണ്. നജസ്, നിഷിദ്ധം, മാലിന്യം എന്നൊന്നുമല്ല ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഫിഖ്ഹിലുണ്ട്, പക്ഷെ ഖുർആൻ പ്രയോഗിച്ചത് അത് ആ പെണ്ണിന് ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു പ്രയോഗത്തിൽ തന്നെ പെണ്ണിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ ശാരീരികവും മാനസികവും അതുപോലെ തന്നെ മറ്റു രീതിയിലൊക്കെ ഉണ്ടാകാവുന്ന എല്ലാ പ്രയാസങ്ങളെയും ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അത് അവരോട് പറയും അതൻ. ആ സമയത്ത് നിസാ ഫിൽ മഹീദ്, ആ സമയത്ത് നിങ്ങൾ അവരുമായിട്ട് എന്ത് ചെയ്യരുത്, ശാരീരിക ബന്ധം പുലർത്തരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. ലൈംഗികമായ അതുപോലെ തന്നെ അത്തരം പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ഘടനയിലല്ല പെണ്ണ് ഉണ്ടാവുക. അത് അവൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കും. ഇത് റസൂൽ തിരുമേനി ഇത് വിശുദ്ധ ഖുർആൻ ഈ പെണ്ണിന് വേണ്ടി സംസാരിക്കുകയാണ്. നമ്മളെ ആധുനിക മെഡിക്കൽ സിസ്റ്റങ്ങളിൽ പോലും ഇതിന് പ്രശ്നമില്ല കേട്ടോ. ആ ഘട്ടത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മൃഗങ്ങൾ പോട്ടെ, എന്താകണേനും പ്രശ്നമില്ല എന്ന് അവർ പറയണത്.
അതിന് ആ സമയത്ത് വേണമെങ്കിലും ആവാം. വിശുദ്ധ ഖുർആൻ വളരെ മുമ്പ് തന്നെ പെണ്ണിനെ ഉൾക്കൊണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് പറയണം. നമുക്കൊക്കെ അറിയാം, നമ്മളെ പെങ്ങളോ മകളോ ഇണക്കൊക്കെ അതുണ്ടായാലും ഉമ്മാർക്കൊക്കെ അതുണ്ടായാലും വീട്ടിൽ അവർ കാണിക്കണ അവരുടെ മാനസികാവസ്ഥകൾ മാറും, സംസാര ശൈലി മാറും, ടെൻഡൻസികൾ മാറും, ആക്ടിവിറ്റീസ് മാറും, വർത്തമാനത്തിലും സ്വഭാവത്തിലും ഒക്കെ ഭയങ്കരമായ ഘടന. ചിലവർ മൗനികളാവും, ചിലവർ ഭയങ്കര എടുത്തിയാട്ടക്കാരാവും, ചിലവർ പ്രകോപിതരാവും, ചിലവർ വയലൻ്റ് ആവും. ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളെ കുട്ടികളെയും ഭാര്യനെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് അതിനാണ് ശൈത്താൻ കൂടി ജിന്ന് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രിച്ചു ഊതാനൊക്കെ പെണ്ണുങ്ങൾ പിടിച്ചിട്ട് കൊണ്ടുപോകും. സംഭവം അതാണ് എന്നുള്ളത് കൃത്യമായിട്ട്, കാരണം അറിയില്ല. വിശുദ്ധ പണ്ട് മുതലേ മദ്രസയിൽ ആയതു നിഫാസൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ മനഃശാസ്ത്രപരവും മാനസികവും അതുപോലെ തന്നെ സാമൂഹികമായിട്ട് ഇത് ഉണ്ടാകാവുന്ന അവസ്ഥകളെക്കുറിച്ചൊന്നും അന്നൊരു വിഷയം പക്ഷെ ഖുർആൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ ഇത് പറഞ്ഞ് അത് വളരെ പ്രയാസമുള്ള ഘട്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഖുർആൻ വിലക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്തു? കൂടെ കിടക്കാം, ഒരു പ്രശ്നമില്ല, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. അവരെ സ്പർശിക്കുന്നത് കൊണ്ടോ അവരെ ചുംബിക്കുന്നത് കൊണ്ടോ അവരെ ആലിംഗനം ചെയ്യുന്നുണ്ടോ ഒന്നും ഒരു പ്രശ്നമില്ല. അവരെ മാറ്റി ഐത്തത്തോടു കൂടി വേറെ എവിടെ ഒരു ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയിട്ട് അടക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം ഞാൻ ആ വിഷയം അവിടെ വെക്കുക, നമുക്ക് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പറഞ്ഞത് അപ്പോഴും ഇവർ ചോദിക്കുന്നുണ്ട്, അവർ സംശയങ്ങൾ ചോദിക്കുകയാണ് റസൂലിൻ്റെ മുമ്പിൽ വന്നിട്ട്. ആ യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു എന്നതുപോലെ അവർ ചോദിക്കുകയാണ്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിറി, കള്ള് ലഹരിയെക്കുറിച്ചും ചൂതാണ്. ഇതിന് കള്ള് എന്നിങ്ങനെ പറയലുണ്ട്, കള്ള് എന്ന് മാത്രം ഇതിന് അർത്ഥം പറയരുത്. ലഹരി വസ്തു എന്നാണ് ഖംർ എന്ന് പറഞ്ഞാൽ അർത്ഥം. ലഹരി വസ്തു എന്നാണ് ഖംർ എന്നുള്ളതിൻ്റെ. പക്ഷേ മദ്യത്തിനും കള്ളിനും ചാരായത്തിനും വിയറിനും ആ അർത്ഥത്തിലുള്ള വസ്തുക്കൾക്കൊക്കെ അതന്നെ പറയും. പക്ഷെ അതിന് മാത്രമല്ല പേര്, മറിച്ച് ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ ഖംറാണ്. അതും റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഖംർ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞ് ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ ഖംറ. ഇപ്പോൾ പൊടിയാവാം, മധുരമാവാം, പാനീയമാവാം, അതുപോലെ തന്നെ മിഠായി ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ദ്രാവക രൂപത്തിലുള്ള സാധനങ്ങളാവാം, ഓയിൽമെൻറ്റ് പോലത്തെ സാധനങ്ങളാവാം. നിങ്ങളുടെ ബുദ്ധിക്ക് മറയിടുകയും, അറബിയിലെ ഖംർ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അതാണ്. ഖംർ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് മറയിടുന്നത് എന്നാണ്. നമുക്ക് തലയിറ്റലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങിപ്പോയാൽ പിന്നെ നമ്മളെ ബുദ്ധിക്ക് മറ വീണല്ലോ. നമുക്ക് പിന്നെ എന്താ ചെയ്യണമെന്ന് അറിയില്ല, എവിടെ മാന്തുന്നു എവിടെ വീഴുന്നു എന്താ ചെയ്യണമെന്ന് നമുക്ക് പിടുത്തം കിട്ടൂല. എന്നതുപോലെ ബുദ്ധിയുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ ലഹരിയാണ്. അപ്പോൾ ഈ ലഹരി വസ്തുക്കളെക്കുറിച്ച് അവർ നിന്നോട് വന്ന് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ ഖംരി, ലഹരി വസ്തുക്കളെക്കുറിച്ച്, മദ്യത്തെക്കുറിച്ച്, ലഹരിയെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കും. വൽ മൈസിരി, അതിൻ്റെ കൂടെ വേറൊന്നും ചോദിക്കുന്നുണ്ട്. എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാവുന്ന കുറേ കുറുക്ക് വഴി, അത് സാമ്പത്തിക വീക്ഷണങ്ങളാണ് നമ്മൾ പിന്നീട് പറയണം. ഖുർആൻ ഇതൊക്കെയാണ് കൈകാര്യം ചെയ്യണത്. സാമ്പത്തികം, ലഹരി, എളുപ്പത്തിൽ കുറുക്ക് വഴിയിൽ പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിശാസ്ത്രമുണ്ട്. ബാക്കിക്കുറി, ചൂതാട്ടം, അതുപോലെ തന്നെ അമ്പെറിയൽ, അത് പഴയ ഈ അമ്പലത്തിലും നേർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ കിട്ടില്ല, കിൽക്കിൽ കുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടള്ളിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ 5 റുപ്യ 100 റുപ്യ വെച്ചാൽ പിന്നെ എന്താ അതിന് കുറേ പേരൊക്കെ പറയും. അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ നമ്മൾ വെച്ച കളത്തിൽ വീണാൽ നമുക്ക് അധ്വാനിക്കാതെ പൈസ ഇങ്ങോട്ട് വരികയാണ്. ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. ഇതിനൊക്കെ വലിയ ഇന്റർനാഷണൽ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഇതുപോലത്തെ നമ്മൾ അംഗീകരിക്കപ്പെട്ട ചൂതാട്ടത്തിൻ്റെയും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ അതിമാസ്മരികമായ സൗകര്യങ്ങൾ, ലഹരിയും പെണ്ണും കാശും ഒക്കെ വാരി എറിഞ്ഞിട്ട് ഒരുത്തൻ തൊലയുകയും മറ്റൊരുത്തൻ ചീർക്കുകയും ഒക്കെ ചെയ്യുന്ന ലളിതമായ സാമ്പത്തിക സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. ലോട്ടറി കയ്യിൽ പെടും കേട്ടോ, ലോട്ടറി കയ്യിൽ പെടും. മറ്റവനെ മുടിച്ചിട്ട് ഒരുത്തൻ അടിക്കാൻ തീരുമാനിക്കുന്ന സംഗതിയാണത്. അപ്പം ഇതിനൊക്കെ മൈസർ എന്നാ പറയാ. അധ്വാനിക്കാതെ കാശുണ്ടാക്കുക, ലളിത സൂത്രം. മൈസർ യുസ്ര എന്ന് പറഞ്ഞാൽ തന്നെ എളുപ്പം എന്നാണ് അർത്ഥം. ഇസ്ലാമിൽ സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ എന്താണ്? അധ്വാനിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും ദാനം തരണം, അല്ലെങ്കിൽ ആരോഗ്യത്തിന് നമ്മൾ കടം വാങ്ങണം, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് സക്കാത്ത് ഫണ്ടൊക്കെ ആയിട്ട് തരണം. ഇങ്ങനെയല്ലാതെ ഒരു മനുഷ്യന് പൈസ ഉണ്ടാക്കണമെങ്കിൽ അധ്വാനിച്ചേ പറ്റൂ. അധ്വാനമല്ലാതെ ഉണ്ടാക്കുന്ന പൈസക്കാണ് മൈസർ. ലളിത വഴിയിൽ, കുറുക്ക് വഴിയിൽ ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കാനുള്ള രീതിശാസ്ത്രങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അവർ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഖുർആൻ അതിനും പറഞ്ഞു, ഖുൽ ഫീഹിമ ഇസ്മുൻ കബീറുൻ. മദ്യത്തെ ലഹരിയെക്കുറിച്ച് മറുപടി പറഞ്ഞത്, ഇപ്പോൾ ഞാനൊരു പോലീസുകാരൻ്റെ ക്ലാസ് കിട്ടിയിരുന്നു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞ് നമ്മളെ കുട്ടികളൊക്കെ ഈ പൊടിയൊക്കെ വലിച്ചിട്ട് ക്യാമ്പസിലൊക്കെ നടക്കുന്നുണ്ട്, മുസ്ലിം കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കലില്ലേ? അവരോട് ചോദിച്ചു, നിസ്കരിക്കലുണ്ട്. കാരണം എന്താ, ഈ മദ്യം നിരോധിച്ച രീതിയുണ്ട് ഇസ്ലാമിൽ. വളരെ മനോഹരമായിട്ടാണ് ഖുർആൻ അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അധികാരവും പവറും ഒക്കെ പൂർത്തിയായി രാഷ്ട്രീയ ഘടനയിൽ അത് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന ഘട്ടത്തിലാണ് ഇസ്ലാം എന്ത് ചെയ്യണത്? അതിനെ തടയണത്. കുടിച്ചിട്ടൊക്കെ ആൾക്കാർ നിസ്കരിക്കാൻ വന്നിരുന്നു, കുടിച്ചിട്ടൊക്കെ യുദ്ധത്തിന് പോവുകയായിരുന്നു, കുടിച്ചിട്ടൊക്കെ തന്നെ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വിലക്ക് ഓരോന്നും അങ്ങനെയാണ് ഇസ്ലാം നിലച്ചു. അല്ല ഒറ്റയടിക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഇറക്കിയിട്ട് ഇതാ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു, ഇനി പറ്റും. കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സംഭവം നടക്കില്ല.
മനുഷ്യൻ അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നിയമവും ഒരു വ്യവസ്ഥയും പഠിപ്പിക്കാൻ കഴിയില്ല. മനുഷ്യനെ വളരെ ക്രമപ്രവൃത്തവും സ്വാഭാവികവുമായ രീതിയിൽ കൈകാര്യം ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇസ്ലാം ആദ്യം അവരോട് ചോദിച്ചപ്പോൾ തന്നെ യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, കള്ളിനെക്കുറിച്ചും ലഹരിയെക്കുറിച്ചും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാവുന്ന കുറുക്കുവഴികളെക്കുറിച്ചൊക്കെ അവർ നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അള്ളാഹിന് മറുപടി കൊടുത്തു, ഫീഹിമ ഇസ്മൻ കബീറുൻ, ഇത് രണ്ടിലും ഭയങ്കര പാപമുണ്ട്, ഭയങ്കര കുറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ സമൂഹത്തിനും സംഘങ്ങൾക്കും രാജ്യത്തിനും ഒക്കെ നഷ്ടം വരുന്ന, എല്ലാവർക്കും, നിങ്ങൾക്കും പാപമാണ് മറ്റുള്ളവർക്കും ലാഭം ഉണ്ടാക്കുന്ന, എല്ലാവരെയും ബാധിക്കുന്ന കുറ്റകൃത്യമാണ് യഥാർത്ഥത്തിൽ ഇതിൽ കൂടുതലുള്ളത്. ഉപകാരമൊക്കെ ഉണ്ട്, മനാഫിയോലിനാസി, കുറച്ച് ഉപകാരമൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപദ്രവമാണ് അതിൽ. കുടിക്കുന്നവന് കുറച്ചൊരു ആശ്വാസമൊക്കെ കിട്ടും. അങ്ങനെ ഉണ്ടല്ലോ, ഭാര്യ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഭാര്യ മൂപ്പനും ഭയങ്കര സംഘം, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെ തുടങ്ങൽ. ഓരോരുത്തർ വെളും പറഞ്ഞിട്ട് അങ്ങനെ ഭാര്യൻ്റെ ശല്യം സഹിക്കുക ചെയ്യാതെ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ചീത്ത പറയൽ കേട്ടിട്ട്, അല്ലെങ്കിൽ അയലോക്കക്കാരൻ, അല്ലെങ്കിൽ മുതലാളിൻ്റെ കൗരവാവസ്ഥ കൊണ്ട്, ഉദ്യോഗസ്ഥൻ്റെ ഷാട്ടിങ്ങൾ കൊണ്ട്, മേലധികാരിയുടെ നിയന്ത്രണ ദേഷ്യങ്ങൾ കൊണ്ട് ഒക്കെ കൂടിയിട്ട് നമ്മളെന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ സ്നേഹം കുറഞ്ഞിട്ട് അപ്പോൾ താൽക്കാലിക ആശ്വാസമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു മനാഫിയോലിന്നാസി, വേറെ ഉപകാരം ഉണ്ടാവും. ചിലപ്പോൾ ഈ പറയണം, ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ കള്ള് വിറ്റിട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി വേറെ സാമ്പത്തിക തൊഴിൽ വ്യവഹാര മാർഗങ്ങളൊക്കെ അടയുകയും സർക്കാർ സംവിധാനങ്ങൾക്ക് ഇടുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എളുപ്പമുള്ള കുറുക്കുവടി എന്ന് പറയുന്നത് പരമാവധി കള്ള് കച്ചവടം വർദ്ധിപ്പിക്കുക, വർദ്ധിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പരമാവധി വിലയും കൂട്ടിയിട്ട് വെക്കുക. അങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയാൽ മതി. ഇപ്പം മനാഫിയോലിന്നാസി, അങ്ങനെ കുറച്ച് ഉപകാരമൊക്കെ ഉണ്ട്. അതിന് ശമ്പളം കൊടുക്കുക, അതിന് ഗവൺമെൻറ് സഞ്ചരിക്കുക, നാട്ടുകാരെ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ വ്യക്തിക്കും സമൂഹത്തിനൊക്കെ അതിൽ ഉപകാരം, അതൊരു വ്യവസായമാണ്. ആ നിലയ്ക്ക് അതൊക്കെ അതിൻ്റെ ഉപകാരം, അതൊക്കെ അതിൽ പെടുന്നുണ്ടാവും മനാഫിയോലിന്നാസി. പക്ഷെ അതിൻ്റെ അപ്പുറമാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഈ ഉപകാരപ്രദമായ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ, വരുമാനം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും താൽക്കാലികമായി നിങ്ങൾ അകപ്പെട്ട പ്രതിസന്ധിക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്ന ലഹരി നുണയുമ്പോൾ ഒരു മനസ്സിനൊരു ശാന്തിയൊക്കെ കിട്ടുമെന്ന് പറയുന്ന ഉപകാരമുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇസ്മുൻ കബീർ, അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അതിഭീകരമാണ്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഈ ആയത്ത് സൂറത്തുൽ ബഖറയിലാണ് അതുള്ളത്. അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ അനാഥകളെ കുറിച്ച് അവർ ചോദിക്കുന്നു. അതിനൊക്കെ കുറേ ഖുർആൻ മറുപടി പറയുന്നുണ്ട്. ഈ സംഭവം വന്ന ഉടനെ തന്നെ സഹാബികൾക്കൊക്കെ, പലർക്കും അത്യാവശ്യം ബുദ്ധിയുള്ള സഹാബികൾക്കൊക്കെ മനസ്സിലായി, അള്ളാഹ്ക്ക് ഏതായാലും ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല. മുസ്ലിം, ഇസ്ലാം, ഈമാൻ, ഇഖ്ലാസ്, നിസ്കാരം, നോമ്പ് എന്നൊന്നും പറഞ്ഞിട്ട് ഈ പണിയും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് അത്യാവശ്യം വിവരമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു, ആ പരിപാടി നിർത്തി. ആ പരിപാടി ചിലരൊക്കെ നല്ല വിവരമുള്ള സഹാബിമാരൊക്കെ അതിനോട്, അന്നത്തെ അറബികൾക്ക് 3 കാര്യങ്ങൾ, പെണ്ണ്, യുദ്ധം, എന്താണ് വുമൺ, വാറ്, വൈന്, ഇതായിരുന്നു ഇവരുടെ ആവേശം എന്നാ. എല്ലാ കാലത്തും അങ്ങനെ ഇരിക്കും, ജാഹിലിയത്ത് അങ്ങനെ ഇരിക്കും. ഈ 3 കാര്യങ്ങളിൽ അള്ളാന്റെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു വ്യവസ്ഥയും ക്രമവും അല്ലെങ്കിൽ ഏത് ഘടനയിലും അല്ല നിയമങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെതല്ലാത്ത നിയമങ്ങളിൽ ഏത് വിഭാഗവും പിന്നെ അധ്വാനിക്കുന്നതും പരിശ്രമിക്കുന്നതും ഇതിനു വേണ്ടിയിട്ടായിരിക്കും. യുദ്ധത്തിൽ മനുഷ്യരെ കൊല്ലുന്നതിൽ അഭിമാനവും അന്തസ്സും ആഭിജാത്യവും അതുപോലെ തന്നെ വലിയ ഉത്തേജനവും അഹങ്കാരവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ആളുകൾ, സൈനിക ഹുങ്കുകൾ മുതൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അടക്കമുള്ള ഏത് മൊബൈൽ ലിഞ്ച് ഇതൊക്കെ അടക്കം നിങ്ങൾ എടുത്ത് പരിശോധിച്ചേക്കാം. ഇതൊക്കെ വാർല വരും. മനുഷ്യനെ കൊല്ലുന്നതിൽ ഹരം കണ്ടെത്തുന്ന വ്യവസ്ഥകളും ക്രമങ്ങളും പാർട്ടികളും സംഘടനകളും ഭാരവാഹികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പെണ്ണ്, അതിൻ്റെ വിശദീകരണങ്ങളിലേക്കും പോകണ്ട. പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്തെന്നില്ലാത്ത ആവേശം, ഏത് പെണ്ണിനെയും എങ്ങനെയും എവിടെ വെച്ചു എപ്പോഴും അവനവന് ഉപയോഗിക്കാൻ പറ്റുന്ന കോലത്തിൽ. ഇന്ന് പിന്നെ കുറച്ചും കൂടി തന്ത്രപരമായിട്ടാണ് അവളെ ഇറക്കിക്കൊണ്ടിരുന്നത്. പണ്ട് ബലാത്സംഗമാനോ അതൊക്കെ പോയിട്ട് ഇപ്പോൾ പ്രണയം, സ്നേഹം, ഉഭയകക്ഷി സമ്മതം, അതുപോലെ തന്നെ പ്രായപൂർത്തി എത്തിയ ഞങ്ങൾ തമ്മിലും അടിച്ച് ഞങ്ങൾ തീരുമാനിച്ച് നടത്തുന്ന പ്രവർത്തനം, എന്നിട്ട് അതിനുള്ള എല്ലാ പശ്ചാത്തലമൊക്കെ ഒരുക്കി കൊടുക്കുക. പെണ്ണ് എന്ന് പറയുന്നത് പെണ്ണിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി കുറേ നിയമങ്ങളും, പെണ്ണിന് വേണ്ടിയിട്ട് അതിൽ പിന്നെ എല്ലാം പെടും. പെണ്ണിന് വേണ്ടിയിട്ടുള്ള ശണ്ടയും പോരാട്ടവും ലഹളയും ആത്മഹത്യയും ഒക്കെ അതിൽ പെടും. പിന്നെ വൈന്, മദ്യം, ലഹരി വസ്തുക്കൾ, ഇത് 3 വരുന്നവരുടെ വേറുന്ന ജാഹിലിയത്തിലൊക്കെ ഇതും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ നിയമങ്ങളല്ലെങ്കിൽ ഏത് ജാഹിലിയ ഘടനയിലും ഇത് 3നും വേണ്ടിയിട്ടായിരിക്കും വ്യക്തികളും സമൂഹങ്ങളും സംഘങ്ങളും ഒക്കെ കഠിനാധ്വാനം നടത്തുക. അവിടേക്കാണ് അള്ളാഹ് ഈ പറയുന്നത്. അതോടുകൂടി ഓൽക്ക് മനസ്സിലായി ഇതിന് അത്ര പഴുതില്ല ഇസ്ലാമിൽ. അപ്പോൾ നല്ല സഹാബികളൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാണ്. അള്ളാഹ് വിലക്കിയില്ല, അഭിപ്രായം മാത്രമേ പറഞ്ഞുള്ളൂ. ഉപകാരമല്ല, ഉപദ്രവമാണ് കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ഒരു വർത്താനം പറഞ്ഞിട്ട് അള്ളാഹ് നിർത്തി.
രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ ആളുകളൊക്കെ അപ്പോഴും അല്ല അങ്ങനെ വിലക്കിയിട്ടില്ലല്ലോ, ഉപദ്രവമുണ്ട് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് അപ്പോഴും ചില സഹാബികളൊക്കെ എന്ത് ചെയ്യും, കുടിച്ചിട്ടൊക്കെ നിസ്കരിക്കാൻ വരും. ഇങ്ങോട്ട് നിസ്കരിക്കാൻ വന്നിട്ട് ആടാൻ തുടങ്ങി, ചെല്ലുമ്പോൾ വേറെ ഏതോ ലോകത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോഴൊന്നും പോലെ സാധനമൊന്നും കൃത്യമല്ല, നാവ് കുഴഞ്ഞിട്ടും തല ചുറ്റിയിട്ടും ഒക്കെ ഒരു വേറെ കോലത്തിലൊക്കെ. അപ്പൊ ചില സഹാബികളൊക്കെ റസൂലിനോട് വീണ്ടും അവരാതി പറഞ്ഞു, ഇത് റസൂലെ നിസ്കരിക്കാൻ വന്നങ്ങാണ്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന കോലം കണ്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബു സ്വലാത വഅൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിച്ചിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ വരരുത്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ വരരുത്. അത് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം അത് വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യണത്, എന്താണ് പറയണത്, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പണി ഇത് ഉപയോഗിച്ചിട്ട് നിർത്താൻ പാടില്ല. ഇതിനെ മനഃശാസ്ത്രന്മാരൊക്കെ വളരെ മനോഹരമായിട്ട്, സാമൂഹിക പരിഷ്കർത്താക്കളൊക്കെ ഈ ഒരു നിയമത്തെ, അതുകൊണ്ട് അപ്പോഴും ഖുർആൻ വിലങ്ങിയില്ല. ചെയ്യണ്ട, നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യരുത്, ഈ സാധനം ഉപയോഗിച്ചിട്ട് വരരുത്. ഒരുവിധം സഹാബിമാരൊക്കെ അതോടുകൂടി ആ പരിപാടി നിർത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ സുബഹി നിസ്കരിച്ചിട്ട് കള്ളു കുടിച്ചാൽ ലോറ് നിസ്കരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മാല ഇറങ്ങൂല, ലഹരി വസ്തു ഉപയോഗിച്ചാൽ. കാരണം 5-8 മണിക്കൂറോ 9 മണിക്കൂറൊക്കെ തുമ്മിങ്ങനെ തൂങ്ങി വലിച്ചിട്ടുള്ളവന് പോവുക. അതുകൊണ്ട് സുബഹി നിസ്കരിച്ച് കാണ്ട് ഒന്ന് മദ്യപിച്ച് കാണ്ട് വന്നിട്ട് ലോറ് നിസ്കരിക്കാൻ വരും. കാരണം 12 മണിയാകുമ്പോൾ തന്നെ ലോറ് നിസ്കരിക്കാൻ നേരാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കായിക അധ്വാനത്തിൻ്റെ വലിയ തൊഴിൽപരമായ വലിയൊരു സമയമാണ് സുബഹിയുടെയും ഉച്ചയുടെയും മുമ്പുള്ള സമയം എന്ന് പറയുന്നത്. പണ്ടൊക്കെ അങ്ങനെയാണ്. അധ്വാനപരമായ, കായികമായ, തൊഴിൽപരമായ, സമ്പാദ്യപരമായ ശ്രമങ്ങളൊക്കെ ആ സമയത്താണ് മിക്കവാറും നടക്കുക. ഇന്നത്തെ പോലെ അന്തിക്കും പാതിരാക്കും എല്ലാം കൂടി നട്ടോട്ടോടുന്ന പരിപാടിയൊന്നും പണ്ട് ഇല്ല. കൃഷി, അതുപോലെ തന്നെ തോട്ടങ്ങൾ, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ആ സമയത്ത് അത്തിരി നീളം ആ സമയത്തേ ഉള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് അവൻ കുടിക്കാൻ നിന്നാൽ അവൻ്റെ കാര്യങ്ങൾ അവൻ നടത്താൻ കഴിയൂല. അപ്പോൾ ഇതിനെ കുടിക്കാൻ പറ്റൂല. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാനാകുമ്പോൾ തന്നെ ലോറ് നിസ്കരിക്കാനാണ്. അപ്പോൾ ലോറ് നിസ്കരിക്കാൻ ഏതായാലും അല്ല സംഭവിക്കൂല ഇത് ഉപയോഗിച്ചുകൊണ്ട്. ഒന്ന് ഓൻ്റെ കാര്യങ്ങൾ മുടങ്ങും, രണ്ടാമത്തെ അല്ലാണെങ്കിൽ നിസ്കരിക്കാൻ വരുമ്പോൾ ഇത് കുടിക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ ലോഹറിൻ്റെയും സുബൈൻ്റെയും ഇടയിലുള്ള കൂടി അതോടുകൂടിയൊക്കെ ഒരു ആളുകൾ നിർത്തി. പിന്നെ ലോഹർ കഴിഞ്ഞാൽ പിന്നെ 4 മണിൻ്റെ ഇടയിൽ അസറസ്കാരായി, അതിൻ്റെ ഇടയിലും കുടിച്ച മാല എന്താണെങ്കിലും ഇറങ്ങില്ല. അപ്പം പിന്നെ എന്താ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ മഗ്‌രിബാണ്, അതിൻ്റെ ഇടയിലും ചെയ്യാൻ പറ്റില്ല. മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ ഇശയാണ്, 8-ന്റെ 9-ന്റെ ഇടയിൽ ഇശാ നമസ്കാരമുണ്ട്, അതിൻ്റെ ഇടയിലും ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ലഹരി നമസ്കാരം അവർക്ക് പ്രധാനപ്പെട്ടതാണ്, നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരം എങ്ങനെയാണ് വ്യക്തിയിലും സമൂഹത്തിലും ഒക്കെ ഉന്നതമായ സ്വാധീനങ്ങൾ ചെലുത്തുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രായോഗികമായ കാര്യങ്ങൾ ലഹരി വസ്തുക്കളെ നിരോധിച്ചതുമായ നിയമത്തിലുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് ഉപയോഗിച്ചിട്ട് അവർക്ക് പിന്നെ നിസ്കരിക്കാൻ വരാൻ പറ്റില്ല. പിന്നെ എപ്പോഴും അവർക്ക് കുടിക്കാൻ നേരം കിട്ടുക, കിടന്നുറങ്ങണ നേരമാണ് കുടിക്കാൻ കിട്ടുക. അതുകൊണ്ട് വലിയ കുലമാലൊന്നും ഉണ്ടാവില്ല ആർക്കും. ഒപ്പം കിടക്കണ എനക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. എന്നാലും എല്ലാ പണിയും കഴിഞ്ഞല്ലോ, തീറ്റയും കൂടിയും ഒക്കെ കഴിഞ്ഞിട്ട് നെഞ്ഞോല ശേഷം കുടിച്ചുകൊണ്ട് കിടന്നുറങ്ങണം. പിന്നെ സുബഹിക്ക് അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ മാലൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ അതായത് ഇസ്ലാം ഈ ഒരു നിയമം, നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ലഹരി ബാധിച്ചവരായിട്ട് വരാൻ പാടില്ല എന്ന് വെച്ചതോടുകൂടി തന്നെ ഏകദേശം എന്തായി, ആ പരിപാടി മുസ്ലിം സമുദായത്തിലെ നല്ലൊരു ശതമാനത്തിൽ നിന്നും ക്രമപ്രവൃത്തമായിട്ട് ഇത് എടുത്തുപോയി. ഞാനും കൂടെയൊക്കെ ഭയങ്കര നിസ്കാരക്കാരാണ്. ഇന്നിപ്പോൾ നമ്മളെ കുട്ടികളോട് നിസ്കരിക്കാൻ പറ്റൂല, ഞങ്ങൾ നിസ്കരിക്കലുണ്ട് എന്ന് പറഞ്ഞ്, ഞങ്ങൾ നമസ്കരിക്കലുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് മദ്യം ഹറാമല്ലേ എന്ന് ഇവരോട് ചോദിച്ചു എന്ന്. കള്ളുടി, അപ്പോൾ കള്ളാണ് ഹറാമ്. നമ്മളെ കുട്ടികൾ പറഞ്ഞു എന്നാണ് പറയുന്നത്, കള്ളാണ് ഹറാമ്. ഈ പൊടി ഹറാമല്ല, കഞ്ചാവ് ഹറാമല്ല, പുകല ഹറാമല്ല, അതുപോലുള്ള ഇങ്ങനത്തെ ഔഷധങ്ങളിലൂടെ വരുന്ന ലഹരിയൊന്നും ഹറാമല്ല. കള്ള് ഹറാമാക്കിയിരിക്കുന്നു. കള്ളല്ല ഹറാം, ലഹരി വസ്തുക്കളാണ് ഹറാം, കള്ളടക്കമുള്ള ലഹരി വസ്തുക്കൾ. കള്ള് നമ്മൾ പറയാം, അറബിയിൽ ഹംറ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സകല വസ്തുക്കൾ, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ്. അപ്പോഴും കുറച്ച് ആളുകളൊക്കെ അല്ല മുഴുവൻ വിലക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കച്ചവടം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും അതുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളൊക്കെ, കാരണം ഖുർആനിൽ ഖണ്ഡിതമായിട്ട് നിരോധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് സൂറത്തുൽ മാഇദയിലെ ഈ ആയത്ത് 90-91 പറ്റുമെങ്കിൽ നിങ്ങളെ വീട്ടിലൊക്കെ കൊണ്ടിട്ട് വായിച്ചാൽ ഇതിൻ്റെ ഏകദേശം ഒരു വിശദീകരണം കേൾക്ക് നന്നായിട്ട് കിട്ടും. മദ്യവുമായി ബന്ധപ്പെട്ട് ലഹരിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളുടെ പൂർത്തീകരണമായിരുന്നു ഇത്. അള്ളാഹ് ശരിക്കും വിളിച്ചു, അയ്യോ അല്ലദീന ആമനൂ, മനുഷ്യന്മാരെ, വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു, ഈ മദ്യവും ചൂതാട്ടമൊക്കെ ഉണ്ടല്ലോ, വല്ല അൻസാബ്, അത് വേറെ സാധനമാണ്, പിന്നീട് നമുക്ക് പറയാം. ഇതൊക്കെ മിൻ അമലി ശൈത്താൻ, ഇത് ശൈത്താൻ്റെ പണിയാണ്. ഇതല്ലാതെ മനുഷ്യനോട് സ്നേഹമുള്ള ഒരു പാർട്ടിയോ സംഘടനയോ വിഭാഗങ്ങളോ ജനങ്ങളോ നേതാക്കന്മാരോ ഒന്നും മുതലാളിമാരും ചെയ്യുന്ന പണിയല്ല. ഇത് പിശാചിനെ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത്, നിങ്ങളെ ലഹരിയിലും ചൂതാട്ടത്തിലും കൊണ്ടുപോയി ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി രാജ്യത്തെ വ്യക്തികളെ തകർക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ഓൽക്ക് കഴിയും. പിശാചിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ വ്യാഖ്യാനമൊന്നുമില്ല, ഹറാമായി. ശൈത്താനാണല്ലോ ഇതിൻ്റെ ഹെഡ്.
അതുകൊണ്ട് ഇത് പിശാചൻ, അല്ലാതെ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ഗുണകാംക്ഷികളും ധാർമ്മികമായ മുന്നേറ്റം നടത്താൻ ആഗ്രഹിക്കുന്നവരും സാമ്പത്തിക ആരോഗ്യ പുരോഗതി ആഗ്രഹിക്കുന്നവരൊന്നും ചെയ്യുന്ന പ്രവർത്തനമല്ല ഇത്. ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. ഫജ്തനിബൂഹു. അതുകൊണ്ട് നന്നായി ഫജ്തനിബൂ എന്ന് പറഞ്ഞാൽ ഓടി തടിയെടുക്കുക എന്നാ. എത്രമാത്രം ദൂരേക്ക് പോകാൻ പറ്റുമോ അത്രമാത്രം ദൂരേക്ക് നിങ്ങൾ ഇതിനെ ബഹിഷ്കരിക്കണം. ഇതിന്റെ 4 അയലത്തേക്ക് നിങ്ങൾ അടുത്ത് പോകാൻ പാടില്ല. ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ, കുടുംബത്തിന് വിജയിക്കണമെങ്കിൽ, ഒരു വ്യവസ്ഥക്കും ക്രമത്തിനും ദർശനത്തിനും ഒക്കെ വിജയിക്കണമെങ്കിൽ, ഒരാശയത്തിനും പാർട്ടിക്കും സംഘടനയ്ക്കും ഒക്കെ വിജയിക്കണമെങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഈ പരിപാടികൾ അവസാനിപ്പിക്കണം. ലഹരിയുമായി ബന്ധപ്പെട്ട പരിപാടി ഇത് ഖുർആന്റെ ഖണ്ഡിതമായ പിന്നെ വേറെ സംശയമൊന്നുമില്ല. എന്നിട്ട് അതിന്റെ ശേഷം ഒന്നുകൂടി പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്വാൻ. ഇത് പിശാച് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. നിങ്ങൾക്കിടയിൽ ശത്രുതയുടെയും പകയുടെയും വിഷവിത്ത് നടക്കാനാണ് ഈ ലഹരിയും ചൂതാട്ടമൊക്കെ അവർ കൊണ്ടുവരുന്നത്. അല്ല നിങ്ങളെ പരസ്പരം സ്നേഹിപ്പിക്കാൻ, പരസ്പരം നിങ്ങളെ ത്യാഗികളാക്കാൻ, ദയാവാത്സല്യ വികാരങ്ങളുള്ളവരാക്കാൻ, മാനുഷികമായ മൂല്യങ്ങളുള്ളവരാക്കി മാറ്റാനല്ല ഈ പണി വരുന്നത്. മറിച്ച് മാതാപിതാക്കളെ കുടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇണകൾ തമ്മിലുള്ള ബന്ധം തകർന്നു. ബഗ്ളാവും അദാവത്തും ഒക്കെ ഏറ്റവും വലിയ പകയും വിദ്വേഷമൊക്കെ കുടിയന്മാർക്ക് ഉണ്ടാകുക സ്വന്തം പെണ്ണുങ്ങളോടാണ് അടിയും പിടിയൊക്കെ നടത്തുക. പിന്നെ മാതാപിതാക്കളോട്. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ആദ്യം കൈകാര്യം ചെയ്യുക അച്ഛനെയും അമ്മമാരെയൊക്കെയാണ്. പത്രത്തിലും ഇതിലൊക്കെ വരുന്ന വാർത്തകൾ നിങ്ങൾ വായിച്ചു നോക്കുന്നുണ്ടോ? ഇത് കിട്ടാത്തത് കൊണ്ട് അച്ഛനമ്മമാരെയും വല്യാപ്പാനെയും വല്യമ്മാനെയും ഒക്കെ ഇട്ടിട്ട് പാഠം പഠിപ്പിക്കുന്ന മക്കളെയൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് കുടുംബത്തിൻ്റെ ഉള്ളിൽ. ഇനി രാഷ്ട്രാന്തരീയ തലത്തിലൊക്കെ അതുകൊണ്ട് അതിന് നിങ്ങൾ ലാറ്റിൻ അമേരിക്ക പഠിച്ചാൽ മതി. ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കൻ വിരുദ്ധ സാമ്രാജ്യത്വ പോരാട്ടങ്ങൾ, നമ്മളിപ്പോൾ പറയുന്ന അർജന്റീന, ബ്രസീൽ, പെറു, ബൊളീവിയ ഒക്കെ അടങ്ങുന്ന പ്രദേശത്ത് ചെഗുവേരൻ്റെ ഒക്കെ പഴയ ഒരു കാലുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക വളർന്ന് പന്തലിച്ച് വികസിക്കുന്ന കാലത്ത് അമേരിക്കക്ക് വിരുദ്ധമായ ഒരു പൊളിറ്റിക്കൽ ഘടന സ്വീകരിച്ചവരായിരുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ 90% ആളുകളും. കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനൊക്കെ അതിനൊരു കാരണം അതിലുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യത്തിൽ അമേരിക്ക തന്നെ പഠിച്ചു ഇവരെ ഒതുക്കാൻ എന്താണ് ചെയ്യേണ്ടത്. ആരെ? ഈ വെനസ്വേലയിലും ബൊളീവിയയിലും അർജന്റീനയിലും ഒക്കെ രൂപപ്പെടുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ നട്ടെല്ലൂരാൻ എന്ത് പണിയാണ് ചെയ്യേണ്ടത്? അങ്ങനെ CIA പണമിറക്കിയിട്ട് ലഹരി കൃഷി ആരംഭിക്കുകയാണ്. ഇന്നും ലോകത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുള്ളത് ലാറ്റിൻ അമേരിക്കയിലാണ്. മുസ്ലിങ്ങളൊന്നും അല്ല ഇതിൻ്റെ ആൾക്കാർ. വാങ്ങി ഉപയോഗിക്കുന്നതിൽ മുസ്ലിങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഘടനാപരമായ വിപണിയും നിയന്ത്രണവും വിപണനമൊന്നും ഇത് നടത്തിയത് അമേരിക്ക ലാറ്റിൻ അമേരിക്കയിലെ വിമോചന പോരാട്ടങ്ങളെ തകർക്കുന്നതിന് വേണ്ടി ചെയ്ത ഏറ്റവും വൃത്തികെട്ട പൊളിറ്റിക്കൽ തന്ത്രങ്ങളിലൊന്നായിരുന്നു. രാഷ്ട്രീയ കുതന്ത്ര പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു ലാറ്റിൻ അമേരിക്കയെ കൊണ്ടുപോയിട്ട് ഇന്നും അതിന് രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് മറഡോണനൊക്കെ ഓർമ്മ ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് മരിച്ചത് എങ്ങനെയാ? 1-ാം ലോകകപ്പിലെ ഭയങ്കര ഹീറോ, 2-ാം ലോകകപ്പിൽ മൂത്രം പരിശോധിച്ചിട്ട് എന്ത് പറഞ്ഞു? ലഹരി വസ്തുക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫൈനലിലെത്തിയ ടീമിൽ നിന്ന് കളിക്കാതെ മറഡോണനെ പുറത്താക്കുകയാണ് ചെയ്തത്. ഈ കയ്യുമ്മൽ ചെഗുവേരനൊക്കെ കൂത്തിട്ട അമേരിക്കക്ക് ഒരു സ്പോർട്സ്മാൻമാരും രാഷ്ട്രീയം പറയാറില്ല. ഇപ്പോൾ ക്രിക്കറ്റിലൊക്കെ നമ്മുടെ വീരോതിഹാസങ്ങളൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും വല്ല പൊളിറ്റിക്സും പറയലുണ്ടോ? കൊലപാതക രാഷ്ട്രീയം, ആരാധനാ രാഷ്ട്രീയം, പശു രാഷ്ട്രീയം, ഇതിനൊന്നും ഇവർ മിണ്ടില്ല. ഇവർ ഭയങ്കര ഫിഗറുകളായിട്ട്, സിനിമാ നടന്മാർ, കായിക താരങ്ങളൊക്കെ വലിയ ഫിഗറുകളായിട്ട് നിൽക്കുന്നല്ലാതെ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന രാഷ്ട്രീയക്കാരെ ഉറപ്പിക്കുന്ന, അധികാര കേന്ദ്രത്തെ ഉറപ്പിക്കുന്ന ഒരു വർത്തമാനം പറയലില്ല. മിക്കവാറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരം ചേർന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഷാറൂഖ് ഖാനോ അല്ലറ ചില്ലറ ആളുകളൊക്കെ ചിലതൊക്കെ പറഞ്ഞു നോക്കലുണ്ട്. പക്ഷെ അതിനൊക്കെ ഭയങ്കര വില കൊടുക്കാറുണ്ട്. അതുകൊണ്ട് കായിക താരങ്ങളും സിനിമാ താരങ്ങളും പക്ഷെ കായിക രംഗത്ത് സജീവമായിരിക്കെ തന്നെ അമേരിക്കൻ വിരുദ്ധ രാഷ്ട്രീയത്തെ ശക്തമായി പ്രതിനിധീകരിച്ച ആളായിരുന്നു നമ്മുടെ മറഡോണ എന്ന് പറയുന്ന ആള്. പക്ഷെ മൂപ്പരെ കൊണ്ടിട്ട് അവസാനം എന്താക്കി? മൂപ്പരെയാണ് കുടിപ്പിച്ച് ലഹരിക്ക് അടിമപ്പെട്ടിട്ടാണ് ആ മനുഷ്യൻ അവസാനം പെട്ടെന്ന് മരിച്ചു പോകേണ്ടി വന്നൊക്കെ അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ അമേരിക്ക വിതച്ച വിഷം എന്ന് പറയും. ഞാൻ പറഞ്ഞത് നിങ്ങളെ തകർക്കാൻ, നിങ്ങളെ നശിപ്പിക്കാൻ, വ്യക്തികളെ, കുടുംബങ്ങളെ, സമൂഹങ്ങളെ, രാഷ്ട്രങ്ങളെയൊക്കെ തകർക്കുന്നതിന് വേണ്ടി പോലുമുള്ള അതിഭീകരൻ പ്രൊജക്റ്റുകളായിട്ട് ഈ സാധനം പുറത്തു വന്നിട്ടുണ്ട്. ശൈത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പരസ്പരം അകറ്റാനും, ഇണകളെ തകർത്ത്, വാപ്പിയും മക്കളും തമ്മിലുള്ള ബന്ധം തകർത്ത്, സാമൂഹിക ബന്ധങ്ങൾ തകർത്ത്, പരസ്പരം അക്രമത്തിൻ്റെയും അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും വിഷവിത്തുകളേറി അത്യാവശ്യം എന്ത് ക്രിമിനൽ ചെയ്യാനും ലഹരി വാങ്ങിക്കൊടുത്താൽ മതി, ആൾ പോയിട്ട് എന്തും ചെയ്തോളും. വേറൊന്നും ചിലപ്പോൾ അങ്ങനെ ഒരാളെ പറഞ്ഞ് ഫിറ്റാക്കി അവൻ പോവില്ല. പക്ഷെ ഇത് പറഞ്ഞാൽ മതി. അപ്പോൾ അല്ലാഹ് പറയണം ഇതാണ് വയസുദ്ദക്കമന്തിക്കരില്ല, ദൈവമാർഗത്തിൽ നിന്ന് നിങ്ങളെ തടയാനുമാണ് ഈ ലഹരി വസ്തുക്കൾ ഇങ്ങനെ ഇറക്കുമതി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ സംശയാലുമാണ് കേരളത്തിലൊക്കെ എന്താണ് ഇത്ര മാത്രം ഇതിങ്ങനെ ഇറങ്ങി വരാനുള്ള കാരണം. നമ്മളെ പണ്ട് പറഞ്ഞ മാതിരി ഓപ്പറേഷൻ ഒക്ടോബസ് മറ്റേ SDPIക്കെതിരെ എന്താണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെയൊക്കെ നടത്തിയല്ലോ. ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലായിടത്തും കയറിയിട്ടാണ് പൂട്ടിയത്. എന്ത് നമ്മുടെ ഗവൺമെന്റിന് ഇങ്ങനെ പൂട്ടിയാൽ കേന്ദ്ര ഗവൺമെന്റിനെ പൂട്ടാലോ? ലഹരി വിപണി. കാരണം ഇവിടുത്തെ ഇന്റലിജൻസും പോലീസും ഒന്നും അത്ര വിഡ്ഢികളൊന്നും അല്ല. ഇത് എവിടുന്ന് വരുന്നു, ആര് കൊണ്ടുവരുന്നു, എന്തിനു കൊണ്ടുവരുന്നു, എങ്ങനെ ഇറങ്ങുന്നു? ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1, ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായിരുന്നു അദാനിയുടെ. ഇപ്പൊ നമ്മൾ പറയുന്ന അദാനി ഉണ്ടല്ലോ, അയാൾക്ക് ഗുജറാത്തിലെ എയർപോർട്ടുണ്ട്, പോർട്ടുണ്ട്, തുറമുഖം. ഏഷ്യയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വസ്തുക്കൾ വന്നിറങ്ങിയത് അവിടെ. എവിടേക്കാണത് പോയത്? കേരളത്തിൽ പിന്നെ MDMA അതാണോ നമ്മൾ പഠിക്കേണ്ടതാ. പോയതിനെ കുറിച്ച് നമുക്കറിയില്ല. എന്തേ അത് പിടിക്കപ്പെടാതിരുന്നത്? ആ പോർട്ട് എന്തുകൊണ്ടാണ് റദ്ദാക്കപ്പെടാതിരുന്നത്? എന്താണ് നടപടികൾ? പിന്നീട് അറിയാതെ വാർത്ത വന്നിട്ടുണ്ട്, വേറൊന്നും പറഞ്ഞില്ല. ആ വാർത്ത വന്നതിൻ്റെ തലേ ദിവസമാണ് ഷാറൂഖ് ഖാൻ്റെ ആര്യൻ ഖാന് മറ്റേ കപ്പലെന്ന് DJ പാർട്ടിയിലും മറ്റേ പിടിച്ചു എന്നും പറഞ്ഞു കണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, തുമ്പിനെ പിടിച്ചിട്ട് കഴുകനെ വിടുക എന്ന് പറയുന്ന ഏർപ്പാട്. കഴുകൻ വന്നിട്ട് എല്ലാം കൊത്തി വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുമ്പിനെ പിടിച്ചിട്ട് തുമ്പി ഭീകര. ഈ സംസ്കാരം വളരെ മോശം, അത് വേറെ ചരിത്രം. DJ പാർട്ടിക്കൊക്കെ പോയി കുടിക്കലും വാങ്ങലും. പക്ഷേ ഇതൊക്കെ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? അദാനി ആരാ? ഞാൻ അതർസിലേക്ക് പോണില്ല. സംഘപരിവാരത്തിൻ്റെ വേദികളിൽ ഉപവിഷ്ടനാകുന്ന വ്യക്തിത്വമാണ് അദാനി. RSSന്റെ സംഘപരിവാറിൻ്റെ മർമ്മ RSS ആണ്. RSSന്റെ ഔദ്യോഗിക വേദികളിൽ സന്നിഹിതനാകുന്ന വ്യക്തിത്വമാണ് അദാനി എന്ന് പറയുന്നത്. അദാനിയുടെ പോർട്ടലിലൂടെ മയക്കുമരുന്ന് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക? നിങ്ങൾ പഠിക്കുക. ദക്ഷിണേന്ത്യയിലാണ് മയക്കുമരുന്നിൻ്റെ ഹബ്ബ് എന്നാണ് ആര് പറയണത്? നമ്മുടെ അമീർ ഷാൻ്റെ പ്രസംഗമുണ്ട് പാർലമെന്റിൽ. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഭീകരവാദത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഹബ്ബുകളാണ് ദക്ഷിണേന്ത്യ. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം. ഈ പറഞ്ഞതിൻ്റെ മറുപടി എന്താണെന്നറിയോ? സംഘപരിവാരത്തിന് ബാലികേറാമാലയാണ്. കർണാടക പോലും യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ലഭിക്കേണ്ടതാണ്. ജനങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെയാണ്. പക്ഷെ ജയിച്ചു വരുന്നവരെ വിലക്കെടുത്ത് ED അയച്ച് ഭീഷണിപ്പെടുത്തി പണം വാരി എറിഞ്ഞ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ടാണ് കർണാടകയെ സംഘപരിവാർ കൂടെ നിർത്തിയിട്ടുള്ളത്. ആന്ധ്രയിൽ പ്രശ്നമുണ്ട്, തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ പ്രശ്നമുണ്ട്. ഇത് പൊളിറ്റിക്സാണ്, ഞാൻ അതിലേക്ക് പോണില്ല. ഈ 4 പ്രദേശങ്ങൾ അപ്പോൾ അണ്ടർലൈൻ ചെയ്തു. ഗുജറാത്തിൽ ഒരു പ്രശ്നമില്ല. ഇത്രയും ശാന്തസുന്ദരമായ മാവേലി, ഉമർ ഫാറൂഖ്, രാമനും ഭരിക്കുന്ന ഒരു നാട് വേറെ ഉണ്ടാവില്ല. ഉത്തർപ്രദേശ് യോഗി എന്ന് പറഞ്ഞാൽ എന്തൊരു സത്യസന്ധന്മാരുടെ നാടാ. പ്രശ്നങ്ങളിലത് എവിടെയാ? ഭീകരവാദവും ലഹരിയും ഒക്കെ നുരഞ്ഞു പൊന്തുന്നത് ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലും. ദക്ഷിണേന്ത്യ അവിടെ നിർത്തിയില്ല. എന്നിട്ട് പറഞ്ഞു ഇത് രണ്ടിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനം കേരളമാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനം കേരളമാകുന്നു എന്നാണ് പറഞ്ഞത്. ഇതിനെ മറുപുറം ഞാൻ അപ്പം പറയാൻ ആളല്ല. സംഘപരിവാർ അങ്ങനെ പറയുന്നുവെങ്കിൽ പോട്ടെ, അതിലേക്ക് നമ്മൾ പോണ്ട. കേരളത്തിൽ ചിലപ്പോൾ ഇത് കളിക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് കേരളത്തിലേക്ക് ഇത്രമാത്രം നമ്മുടെ കുട്ടികൾ ഈയാമ്പാറ്റകളെ പോലെ ഇതിൽ ചെന്ന് വീഴാൻ കാരണം എന്തായിരിക്കും? ഇത്രയും വലിയ നിയമങ്ങളും കാർക്കശ്യമുള്ള സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇത് എവിടെ നിന്നാണ് ഇവിടേക്ക് എത്തുന്നത്? എത്തിക്കുന്നവരെ പിടിക്കാൻ എന്താ കഴിയാത്തത്? ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ തടയാൻ കഴിയാത്തത് എന്താ? എന്നിട്ട് നമ്മളെ പത്രത്തിൽ നമ്മുടെ കുട്ടികളും മക്കളൊക്കെ നിറഞ്ഞ്, കുട്ടികൾ സാധുക്കളാണ്, ഇന്ത്യകളെയൊക്കെ തകരാറിലുണ്ട്. നമ്മൾക്ക് അവരെ നിയന്ത്രിക്കാൻ ഈമാനും ഇസ്ലാമും ഇഹ്സാനും മനുഷ്യത്വമൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് വളരെ ലളിത സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ച് ഇവരിതൊക്കെ വാങ്ങി ഉപയോഗിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മറുപുറങ്ങൾ വായിച്ചാൽ ഓല എന്താണോ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തെ ലഹരി, കാരണം അതിൽ മറ്റേ പൊളിറ്റിക്സ് ഉണ്ടാവും. ലാറ്റിൻ അമേരിക്കയിൽ കേരളത്തിലെ യുവാക്കൾ, കേരളത്തിലെ വിശിഷ്യ മുസ്ലിം ഉമ്മത്തിലടക്കമുള്ള യുവാക്കൾ, ഏതിൻ്റെയും യുവാക്കളാണല്ലോ പ്രതീക്ഷ. ആ ഒരു യുവത്വത്തെ തകർത്ത് അതിൻ്റെ നട്ടെല്ല് തകർക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വഴി ലഹരിയിലേക്ക് തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആരായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഏതാണെങ്കിലും ഇന്ത്യകളെയൊക്കെ കുട്ടികൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഈ ചതിക്കുടിയിൽ ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രമാത്രം ശ്രദ്ധയും, ബാക്കിയിലേക്ക് ഞാൻ കടന്നു പോകണില്ല സമയം അത് എന്നിട്ട് വയസ്സുതൊക്കെ മന്ദിക്കരില്ല. അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട് തടയാൻ, സ്വലാത്തി നമസ്കാരത്തെ തൊട്ടും തടയാൻ. എന്നിട്ട് പറഞ്ഞു ഫഹലൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇനി പരിപാടി നിർത്തിക്കൂടെ? അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. അതോടുകൂടി ബാക്കി സംഭവിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ പറയാം. ഞാൻ പറഞ്ഞു ഇസ്ലാമിൽ ഈ സാധനം ഇല്ലെന്നെ. എന്നിട്ടാണ് നമ്മളോട് എന്ത് പറഞ്ഞത്? നാർക്കോട്ടിക് ജിഹാദ് മുസ്ലിങ്ങളാണ് നടത്തുന്നത്. എനിക്കിപ്പോൾ പേടി ഓലത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം വേറെ നിലക്കൊന്നും ഇനി വ്യക്തികളെയും സമൂഹങ്ങളെയും പിടിച്ചു നിർത്താനും പ്രതിരോധിക്കാനും അഭിമുഖീകരിക്കാനും കഴിയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇപ്പറഞ്ഞ മാതിരി ഓലിത്. അപ്പം പിന്നെ ബാക്കിയുള്ള പരസ്യമായിട്ട് പറയും നമ്മളെ ഇത് ചെയ്യാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളാരും ഇതിൽ ചെന്ന് ചാടണ്ട, പേരും ഗുരുവൊക്കെ പുറത്തേക്ക് തരാൻ. മുസ്ലിങ്ങൾക്ക് ലഹരിയുമായി ഈ മദീനയിൽ ഈ നിയമം വന്നപ്പോൾ വീപ്പ നിറച്ച് മദ്യമാണ്.
നല്ല നൊരഞ്ഞു പൊന്തുന്ന മദ്യങ്ങൾ. സഹാബികൾ റസൂൽ പറഞ്ഞു അപ്പം തന്നെ സഹാബികൾ പോയി. വേറെ നിയമവും പോലീസും കസ്റ്റംസും എക്സൈസും ഒന്നും വരേണ്ടി വന്നിട്ടില്ല. അവർ സ്വയം ഇത് അള്ളാഹ്ക്ക് പറ്റൂല, മദീന അരുവി ഒഴുകി എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അവർ താഴേക്ക് ഒഴുക്കി കളയാണ്. അപ്പോഴും ചില സഹാബികൾക്കൊക്കെ ഒരു സംശയം, ഓ എത്ര പൈസൻ്റെ മുതലാണിത്, ഇത് യഹൂദന്മാർ കുടിക്കുമല്ലോ, അല്ലാഹ് റസൂൽ എന്നാൽ ഓൽക്കൊണ്ടേറ്റ് കൊടുത്താലോ എന്ന് ചോദിച്ചു. റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഇത് വെറുതെ ഒഴുക്കി കളയുമ്പോൾ ഒരു സങ്കടം തീരണ്ടേ. അപ്പോൾ റസൂലിനോട് റസൂൽ പറഞ്ഞു, അപ്പളാ ലഅനല്ലാഹുൽ ഖംറ, അള്ളാഹു കള്ളിനെ നിരോധിച്ചിട്ടുണ്ട്. ഷാരിബഹ വസാഖൈഹ, അത് കുടിക്കുന്നവനെയും കുടിപ്പിക്കുന്നവനെയും അത് ഊറ്റുന്നവനെയും ഊറ്റിപ്പിക്കുന്നവനെയും ബാറ് നടത്തുന്നവനെയും ബാറിലേക്ക് ഇത് കൊണ്ടുപോകുന്നവനെയും വൽ മഹ്മൂലത്തോ വൽ ഹമൂലത്തോ, ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ കൊണ്ടുപോകണത്, ആരാണോ അത് ഉപയോഗിക്കുന്നത്, അവനെയൊക്കെ റസൂൽ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഒരാൾക്കും അനുമതിയില്ല, ഒരു മനുഷ്യനും ഇത് കൊടുക്കാൻ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം തിരിഞ്ഞിട്ട്. നമ്മൾ ഇതിൻ്റെ ആൾക്കാരാണ് മീഡിയയിൽ വമ്പിച്ച പ്രചരണം. ഉമ്മത്തിൻ്റെ അടിവേരിറക്കാൻ വളരെ തന്ത്രപരമായി ഇത് ആസൂത്രിതമായിട്ട് പോലും കേരളത്തിൻ്റെയും മലബാറിൻ്റെയും കേന്ദ്രങ്ങളിൽ ഇത് ഒഴുകുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ നിങ്ങളും പേടിക്കേണ്ടത്. ഒരു സമൂഹത്തിൻ്റെ പ്രതീക്ഷയായ യുവത്വത്തെ ആശയപരമായി ആദർശപരമായി പോരാടാൻ കഴിവില്ലാത്ത പ്രസ്ഥാനങ്ങളും സംഘങ്ങളും ഒക്കെ അമേരിക്ക അവിടെ ചെയ്തതുപോലെ, ലാറ്റിൻ അമേരിക്കയിൽ ചെയ്ത പോലെ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. അതാണെന്നൊന്നും പറയാൻ ഞാൻ പാടില്ല, കാരണം അതിനൊക്കെ വേറെ പ്രമാണങ്ങളും തെളിവുകളൊക്കെ നമുക്ക് വേണം. പക്ഷെ ഇതൊക്കെ നമ്മൾ പേടിക്കണം. ഇതിലൊക്കെ നമ്മളെ കുട്ടികൾ ചെന്ന് ചാടിയും കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രമാത്രം ശ്രദ്ധയും ജാഗ്രതയൊക്കെ നമുക്ക് പുലർത്താൻ പറ്റുമോ, ഒന്ന് നമ്മളിത് ചെയ്യാതിരിക്കുക ഒരു ഘട്ടത്തിലും. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അകപ്പെടുന്ന പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതൊരു സമൂഹത്തിൻ്റെയും വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പ്രതീക്ഷയാണ് മക്കൾ. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് വളർന്നു വരുന്ന മക്കൾ എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതീക്ഷയും കരുത്തുമാണ് യുവാക്കൾ എന്ന് പറയുന്നത്. ഞങ്ങളുടെ വിദ്യാർത്ഥികളും യുവാക്കളെയും ഒക്കെയാണ് വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ ആൺകുട്ടികളെ, ഞങ്ങളുടെ പെൺകുട്ടികളെ, ഞങ്ങളുടെ വിദ്യാർത്ഥികളെ, ഞങ്ങളുടെ വിദ്യാർത്ഥിനികളെ, യുവാക്കളെ, യുവതികളെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. വീട്ടിനും കുടുംബത്തിനും നാട്ടിനുമൊക്കെ അപമാനവും നിസ്സഹായതയും നിന്ദ്യതയുമാക്കി മക്കൾ മാറി ഞങ്ങൾക്ക് ദുരന്തമായി മാറുന്നതിന് പകരം ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന മക്കളായി, ഇണകളായി, ഞങ്ങളുടെ ഇണകളെയും മക്കളെയും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളെ കുട്ടികളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ജാഹിലിയത്ത്, ഇബ്ലീസ്, താഗൂത്ത്, ശൈത്താന് എല്ലാ കുതന്ത്രങ്ങളും ഇവരിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവേ, അതിൻ്റെ വലകളിൽ നിന്ന്, നെറ്റ്വർക്കുകളിൽ നിന്ന്, അതിൻ്റെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുട്ടികളെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങൾക്കും സമൂഹത്തിനും അന്തസ്സും ആഭിജാത്യവുമുള്ള മക്കളായി ഞങ്ങളുടെ മക്കളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. നമ്മളൊക്കെയാണ് മാതാപിതാക്കൾ. അവർ നമ്മുടെ മക്കളുടെ മുന്നിൽ ഏറ്റവും മൂല്യമുള്ള, മാതൃകയുള്ള വ്യക്തിത്വങ്ങളായി മാറാൻ. ഇതൊക്കെ നമ്മൾ പറയുകയും നിങ്ങളും ഇതിൻ്റെ, ഞാനും നിങ്ങളൊക്കെ ഇതിൻ്റെ ആളുകളാണെങ്കിൽ പിന്നെ ഒന്നും സംഭവിക്കാൻ പോണില്ല. കരുണാവാരിധിയായ റബ്ബേ, നല്ല മാതൃകയുള്ള രക്ഷിതാക്കളായി മാറാൻ, ജ്യേഷ്ഠാനിയന്മാരായിട്ട് മാറാൻ ഞങ്ങളെ നീ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഏത് വിഷയത്തിലും സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരുമാറാകണമേ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാനെ. വളരെ വലിയ വിഷമങ്ങളിലൂടെയും പ്രയാസങ്ങളിലും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആളുകളുണ്ട്, ഞങ്ങളൊക്കെ തന്നെ ഉണ്ട്. രോഗങ്ങൾ, കടബാധ്യതകൾ, തൊഴിൽ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ. അല്ലാഹുവേ, ഇതിലൊക്കെയും ആശ്വാസവും പരിഹാരവും നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ.